ഹായ് നമസ്തേ, വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ. ഞാനിരിക്കുന്നത് കൊൽക്കത്തയിൽ സോൾട്ട് ലേക്ക് എന്ന് പറയുന്ന ഏരിയയ്ക്ക് അടുത്താണ്. അതായത് ഞങ്ങള് ഭട്നാരി എന്ന് പറയുന്ന ഒരു ഗല്ലിയാണ്. ഇവിടെ നമ്മൾ ഇപ്പോ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കാൻ പോവുകയാണ്. 11 മണി എന്നാണല്ലോ പറഞ്ഞിരുന്നത്. നമ്മുടെ സുവേന്ദു അധികാരി സർക്കാർ, ആദ്യത്തെ BJP സർക്കാർ രാജ്യത്തെ അധികാരമേൽക്കുകയാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും വളരെ ആകാംക്ഷയായിട്ട് കാത്തിരിക്കുകയായിരുന്നു അവിടെ പോകാനായിട്ട്. അപ്പൊ ഇവിടെ വീട്ടിലിരിക്കുകയാണ്. ഇപ്പോ ഈ വീട്ടിലിരുന്ന് ഇങ്ങനെ റിപ്പബ്ലിക് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാം, റിപ്പബ്ലിക് TVയിൽ ഇങ്ങനെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ പോകാൻ ഇച്ചിരി ലേറ്റ് ആവും ഞങ്ങള്. ഇപ്പൊ തന്നെ വാഹനങ്ങളൊക്കെ കടത്തി വിടുന്നത് വളരെ സ്ലോ ആയിട്ടാണ്. ഭയങ്കര ബ്ലോക്കാണ് എല്ലാ സ്ഥലങ്ങളും. ബ്രിഗേഡ് ഗ്രൗണ്ടിലാണ്, അതായത് BJPയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത്. BJP മുഖ്യമന്ത്രി, ആദ്യത്തെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിജി എത്തിക്കഴിഞ്ഞു. അദ്ദേഹം അവിടെ വളരെ സ്റ്റേജിൽ വന്നിട്ട് ഇപ്പോ ഇരിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. എല്ലാവരുമായിട്ടും ഇങ്ങനെ വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അദ്ദേഹത്തെ. അദ്ദേഹം വളരെ വിശിഷ്ട വ്യക്തിത്വങ്ങളെയൊക്കെ അനുഗ്രഹം വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അദ്ദേഹം വളരെ രാജകീയമായ പ്രൗഢിയോടെയാണ് എയർഫോഴ്സിന്റെ വിമാനത്തിലെത്തി ഇവിടെ വരെ എത്തിയത്. അതുപോലെ ഗ്രൗണ്ടിലൊക്കെ നിറയെ ആൾക്കാർ അപ്പോഴേ ഉണ്ടായിരുന്നു. എല്ലാ ചീഫ് മിനിസ്റ്റർമാരും, അതായത് നമ്മുടെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ചീഫ് മിനിസ്റ്റർമാർ എല്ലാവരും ഉണ്ട്. മിക്കവാറും എല്ലാവരും ഉണ്ട്. മഹാരാഷ്ട്ര ചീഫ് മിനിസ്റ്റർ, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഫട്നാവിസ്, പിന്നെ ഹിമന്ത ബിശ്വ ശർമ്മ, ആസാം മുഖ്യമന്ത്രി, ഒറീസ മുഖ്യമന്ത്രി, അങ്ങനെ എല്ലാ മുഖ്യമന്ത്രിമാരും 20 സംസ്ഥാനങ്ങളിലെയാണ് തോന്നുന്നു മുഖ്യമന്ത്രിമാര് ഒക്കെ എത്തിയിട്ടുണ്ട്. കൂടാതെ സ്മൃതി ഇറാനി, നമ്മുടെ പഴയ മന്ത്രി ആയിരുന്ന ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രി, പിന്നെ അങ്ങനെ പലരും വന്നിട്ടുണ്ട്. പിന്നെ UP-യിൽ നിന്ന് രാംവിലാസ് പാസ്വാന്റെ മകൻ വന്നിട്ടുണ്ട്, അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹം BJP-യുടെ കോലീഷൻ പാർട്ടിയുടെ നേതാവാണ്. മിഥുൻ ചക്രവർത്തിയെ തന്നെ വേദിയിൽ കാണാം. എന്തായാലും ഞങ്ങൾ ഉടനെ പോകും. അവിടെ നിങ്ങൾക്ക് നേരിട്ട് ലൈവ് വരാം. അതുവരെയുള്ള കാഴ്ചകൾ ഞാൻ ഇതിലോട്ട് വരാം. ഞങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്ത് വെളിയിൽ ഇറങ്ങുന്ന ഗള്ളിയുടെ വെളിയിൽ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ചിത്രം വെച്ച് അവിടെ മലയിട്ടിട്ടുണ്ട്. അതിൽ പൂക്കൾ പുഷ്പാർച്ചന നടത്തി മുന്നോട്ട് നീങ്ങുകയാണ്. ഇവിടെയൊക്കെ പാർട്ടി ഓഫീസുകളായിട്ട് ബൂത്ത് ലെവലിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ഓഫീസുകൾ എല്ലാം കാണാം. അത് കണ്ടുകൊണ്ട് പെട്ടെന്ന് നമ്മൾ അങ്ങോട്ട് ഇവർക്ക് ഇവിടെ മത്സരിച്ച സ്ഥാനാർത്ഥികളാണ്. CPI സ്ഥാനാർത്ഥിയാണ് കാണുന്നത്. ഒരു ലേഡി ആയിരുന്നു CPIയുടെ സ്ഥാനാർത്ഥിയെ. കൂടാതെ ഇവിടെ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി, അങ്ങനെ വേറെ വേറെ സ്ഥാനാർത്ഥികളായിരുന്നു. 3 സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു BJPയുടെ. അപ്പോൾ ഇവിടെ BJP സ്ഥാനാർത്ഥിയാണ് വിജയിച്ചു വന്നത്, കയറിയത്. ഈ വാർഡിൽ, ഈ മണ്ഡലത്തില്, ഭട്നാരി കഴിഞ്ഞിരിക്കുന്ന ഈ മണ്ഡലത്തില് ഇപ്പോഴും ഇത്രയും ഇങ്ങനെ മനുഷ്യർ വലിച്ചുകൊണ്ട് പോകുന്ന റിക്ഷകൾ, അതായത് പഴയ രീതിയിൽ അതിപ്പോഴും ഉണ്ട്. അത് പഴയ രീതികളൊക്കെ ഇവിടെ പിന്തുടരുന്ന കൊൽക്കത്ത 14 വാർഡില്, മുനിസിപ്പൽ കോർപ്പറേഷൻ 14 വാർഡ്, അദ്ദേഹം അവിടെ ജയിച്ചത്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ബ്രിഗേഡ് ഗ്രൗണ്ടിലോട്ട് പോകുന്ന വഴിയിൽ ഉടനീളം ഇങ്ങനെ BJPയുടെ തോരണങ്ങൾ കാണാം. ഇങ്ങനെ ഡിവൈഡറിലെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. ധാരാളം പോകുന്നുണ്ട്. ഇപ്പൊ എടുത്തി നമ്മള് कहाँ पर हम लोग अभी आए राम मंदिर। यहाँ पे वेस्ट बंगाल BJP का मेन कार्यालय है। अच्छा, मेन पार्टी ऑफिस बड़ा मेन पार्टी ऑफिस BJP പഴയ അംബാസഡർക്കാരുടെ ഒരു സിഗ്നേച്ചറാണ്. അതിപ്പോഴും കാണുന്നത്. വെസ്റ്റ് ബംഗാൾ മാത്രം, വെസ്റ്റ് ബംഗാൾ ടാക്സി. രാം മന്ദിർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയെന്നാണ് പറഞ്ഞത്. അതെ, ഇവിടുന്ന് അങ്ങോട്ട് സ്വത്ത് ദൂരങ്ങളെ ഉണ്ട്. മെയിൻ പാർട്ടി കാര്യാലയവും സ്ഥലമാണ്. ഇത് വെസ്റ്റ് ബംഗാളിൽ മാത്രമേ കാണുന്ന അംബാസഡർ ടാക്സി ഇന്നും കാണും. അത് പഴയ കാലത്ത് യാത്രി സാധി എന്നാണ് അതിന്റെ പേര്. പാർക്കിംഗ് കൊടുത്തിരിക്കുന്നവർക്ക് മുന്നോട്ട് സ്ഥലം കാണുന്നില്ല. ये बस में जा रहा है,
सपोर्टर्स ब्रिगेड ग्राउंड में जा रहे हैं. എല്ലാവരും ബ്രിഗേഡ് ഗ്രൗണ്ടിലേക്കാണ് പോകുന്നത്. ബസ് പിടിച്ചു പോകുന്നവരാണ് കാണുന്നത്. എല്ലാം പ്രവർത്തകരും ഒക്കെ തന്നെയാണ്. കൈ കാണിച്ച് മുദ്രാവാക്യം വിളിച്ചാണ് പോകുന്നത്. ആൾക്കാർ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിലൂടെയൊക്കെ ഇങ്ങനെ അവരെ കയറ്റി വിട്ടുകൊണ്ടിരിക്കുക. ബ്രിഗേഡ് ഗ്രൗണ്ടിലോട്ട് പോകുന്ന ആൾക്കാർ ഞങ്ങളിവിടെ വണ്ടി നിർത്തി. കാരണം ഞങ്ങളിവിടെ വണ്ടി പാർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന ബുദ്ധിമുട്ടായിരിക്കും. പാർക്ക് ചെയ്തിട്ട് നടന്നു പോകാൻ കരുതി. ഗ്രൗണ്ട് അടുത്ത് തന്നെയാണ്. ധാരാളം പേര് ഒന്നും പോയി നടന്നു പോകാൻ നമുക്ക് വെള്ളിയിലെല്ലാം ചുറ്റി പോയിട്ടുണ്ട്. കാണാൻ സാധിക്കുന്നത് ഇതെല്ലാം ഉണ്ട്. എല്ലാ इंडियन എല്ലാം ആൾക്കാരും നടക്കുന്നുണ്ട്. ഗ്രൗണ്ടിലോട്ട് അറിയില്ല. ഗ്രൗണ്ടിലോട്ട് ഒരുപാട് ആൾക്കാരിക്കും അവിടെ തിരുനിറങ്ങും ജനമായിരിക്കും. അറിയില്ല. പോവാണ്. ഇവിടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞു പോകുന്നവരാണെന്നൊരു സംശയമുണ്ട്. മിക്കവാറും കഴിഞ്ഞ ലക്ഷണമാണ്. ട്രാഫിക് ബ്ലോക്കിലൊക്കെ നിന്ന് വന്ന വണ്ടി ഇത്രയും താമസിച്ചു. ഇപ്പൊ ഏകദേശം ഒരു 11:45 മണിക്കൂർ ഇങ്ങനെ 11:30 തുടങ്ങിയാൽ തീരാൻ ചാൻസ് ഉണ്ട്. തീർന്നു കാണും. പക്ഷേ 11:15 തന്നെ തുടങ്ങി കാണും പരിപാടി. അരമണിക്കൂർ കൊണ്ട് പരിപാടി തീർന്നെന്നാണ് തോന്നുന്നത്. തീർന്നു കാണും. അതേസമയം ആ പരിപാടി ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് അവിടുന്ന് പോയിട്ട് കണ്ടു വന്ന് തിരിച്ചു വരുന്നവരാണെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. മുന്നോട്ട് പോയി നോക്കാം. ശപഥ हो गया? हो गया? ओके. कैसे आपको लग रहा है? बहुत अच्छे लग रहे हैं. अच्छा था. अच्छा, बहुत अच्छा था. बहुत अच्छा था. आप कहाँ से आ रहे हैं? शांतिपुर से. आपके वहाँ से कौन जीता? हमारे वहाँ से पार्थशाला की चटर 2 टाइम का मिला. 2 टाइम. अच्छा, दूसरा टाइम है. अभी दोबारा है. उसका दोबारा सब इसका है. हाँ हाँ. जय श्री राम. जय श्री राम. सत्यप्रतिज्ञा കഴിഞ്ഞു. എല്ലാം പോകുന്നതാണ്. अभी शपथ ग्रहण हो गया है. हाँ, इसलिए खाली कर रहे हैं. എല്ലാവരും തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം സ്ത്രീജനങ്ങൾ കാണുന്നുണ്ട്. എല്ലാവരും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് കണ്ടിട്ട് തിരിച്ചു പോകുന്നവരാണ്. ആൾക്കൂട്ടത്തിനിടയിലൂടെ ഞങ്ങൾ കുറച്ചു ദൂരം കൂടി പോയിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. ആരെങ്കിലും VIPസിനെ കാണുകയാണെങ്കിൽ, അതായത് മിനിസ്റ്റേഴ്സ് ഒക്കെ തിരിച്ചു വരുന്നത്, മോദിജിയൊക്കെ തിരിച്ചു പോകുന്ന കോൺവേ ആയിട്ട് വരുന്ന വഴിയൂടെ കടന്നു ചെന്ന് നോക്കാമെന്ന് വരുന്നു. എന്തായാലും മുന്നോട്ട് വന്നതല്ലേ. സത്യപ്രതിജ്ഞയുടെ ചടങ്ങ് ഇന്നലെ നിങ്ങളെ കാണിക്കാം. जय श्री राम. जय श्री राम. जय महाकाली. ഇത്രയധികം ജനക്കൂട്ടം ഇങ്ങനെ ഒഴുകി വരികയാണ്. എല്ലാവരും ആ കാവി കളറിലുള്ള സഫ്രോൺ കളറിലുള്ള വേഷവിധാനങ്ങളും ഷാളും ഒക്കെ ഇട്ടാണ്. ഇപ്പൊ ചൂട് കൂടിയിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം 12 മണിയോടെ അടുക്കുന്നു. അപ്പൊ ചൂട് നല്ലപോലെ കൂടിയിട്ടുണ്ട്. ഇവിടെ എന്തായാലും കേരളത്തിനെക്കാട്ടി ചൂട് കുറവാണ്. ഇവിടെ രാത്രികാലങ്ങളിലൊക്കെ മഴ കിട്ടുന്നുണ്ട്. നല്ല മഴ കിട്ടുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ജനം ഇങ്ങനെ ഒഴുകി വരികയാണ്. ഈ ഒഴുകുന്ന ജനക്കൂട്ടത്തിനിടയിൽ കൂടെ ഞങ്ങൾ പിന്നെയും കുറച്ചു ദൂരങ്ങൾ മുന്നോട്ട് പോകാൻ വിചാരിച്ചു. നിങ്ങൾ എന്തായാലും ആ സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണിക്കാം. എന്തായാലും വീഡിയോ ഉണ്ടായിരിക്കും, അത് കാണിക്കാം. മുന്നോട്ട് പോവുകയാണ്. കുറച്ചുപേരെ കൂടെ നമുക്ക് കണ്ടിട്ടുണ്ട്.
वीआईपी कोई तो वीआईपी आएगा। रिकमेंड आ गया। കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ് ആ വണ്ടിയിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം തിരികെ പോവുകയാണ്. तो लेडी भी थोड़ा उधर से थोड़ा पास निकल അപ്പോൾ മോദിജിയൊക്കെ വന്ന എയർക്രാഫ്റ്റ് അതുപോലെ ഈ പോകുന്നതാണ്. ഇത് കണ്ടോ, ഇതാ പറയുന്ന ബാലവൃത്തം ജനം, ബാലന്മാർ മുന്നിൽ വൃത്തന്മാർ പുറകിലായിട്ട് ഇങ്ങനെ നടന്നു നീങ്ങുന്ന കാഴ്ച. উঠলো যেন নতুন পশ্চিমবঙ্গ ফিরে পেল। আমাদের পশ্চিমবঙ্গে এই প্রথম মনে হয় আজাদি পেল। পশ্চিমবঙ্গে ভারতবর্ষ স্বাধীন হয়েছে 1947-এ। তারপর থেকে অন্যান্য রাজ্যে সব বহু দল বদলেছে, অনেক নেতা এসছে, অনেক রকম পদ পরিবর্তন হয়েছে, কিন্তু আজকে মনে হলো নতুন সূর্য উদয় উঠেছে। আর বিজেপি সরকার ঘুরেছে, এখনো বিশ্বাস হচ্ছে না নিজেকে। আগামী 5 বছর আশা করি বিজেপি খুব ভালো কাজ করবে, আগামী 50 বছর কাজ করবে বিজেপি। এই আমার শুভেচ্ছা রইল। ভারত মাতা কি জয়। ভারত মাতা কি জয়।
जाके जो আছে ये टेरिटोरियल आर्मी बोले तो हमारा इधर ये सब एरिया ऐसा है। हाँ नहीं, ये इंडिया का जैसे कि एयरफोर्स रहता है, डिफेंस रहता है, वैसे टेरिटोरियल आर्मी भी रहता है। मलयाली। अच्छा, जय श्री राम, जय श्री राम, जय माँ काली, जय माता, भारत माता की जय। भारत माता। थैंक यू। आप शुभेंदु अधिकारी को अधिकार में करके आया, शुभेंदु अधिकारी को अधिकार में करके आया, रख के आया। अच्छा, आप देख लिया पूरा। अच्छा, मोदी जी को देखा, अमित शाह जी हुआ, अभी शंकर आप जल्दी आ गए। एजुकेशन मिनिस्टर अभी गए थे, अभी हाँ हाँ, वो आप सुबह बहुत सुबह आ गए। बहुत सुंदर, हाँ उधर नहीं तो इधर नहीं मिलता है ना। नहीं, 1 लाख 1.5 लाख के ऊपर बैठते हैं ना गेट जोन में। आपको अच्छा लगा? दीदी को हटा दिया, अच्छा लगा? एकदम एकदम। जय श्री राम। दीदी बुरा जो काम करते हैं तो हटाना अच्छा काम के लिए। अभी सुवर्ण काल, सुवर्ण वर्ष चालू हो रहे लगता है ना शुभेंदु अधिकारी का। थैंक यू, धन्यवाद। जय श्री राम, जय माता काली, भारत माता की जी। हिंदी चैनल ना मतलब बंगाली चैनल? नहीं, हम हिंदी मलयाली केरला से आए। केरला से आए। So my question to you, how do you feel here? I feel very extremely happy because the first time BJP Sarkar comes in. I would rather say like it's not only being happy. I was in Maharashtra actually. Oh, you We are have actually already in put BJP Sarkar in Maharashtra. Early. We all know that. We all know that. We were in Maharashtra. Look, post 2024, 25 years. post 2024 election, okay. Whether it's an incumbent government or an anti-incumbent government, it's the BJP wave or the Modi wave also again. We all have to accept that. And this is indeed a moment of pride for all of us. It's not that we are all happy. We are all proud that this Proud BJP moment. has come to Bengal. Whatever you are saying here, The is golden very year. I think now we will start. really feel in Bengal what freedom of speech is. Which we were Bengal's earlier not able to golden year is going to start now. do. Sorry? Bengal's golden year. We hope so. We all hope so. Let's see. Nobody knows the future, but we all hope so, and that's why the entire middle class gentlemen have voted. We are very proud of Bengal, especially this is the cultural capital. This was the cultural capital right now also. And it once used to be the economic capital also Yes, for the entire yes. Eastern Asia. Now, It's not the cultural capital alone. It should become the economic capital also. Correct. Because after Mumbai, before that, Really, see now, before 1970, 1960, Bengal used to be the economic capital of the entire Eastern Asia. In fact. yes, yes. So now many of the countries have surpassed India, but it's a moment of pride that we have got this government back, and we hope so that we will be reviving डबल our old इंजन glory. सरकार अच्छा करेगा। डबल इंजन सरकार ही है। Yes, we all hope so. We have seen we have got the proof in UP, we have got the proof in Maharashtra, Gujarat, where really the irrigation accomplishment is Couple of years, everything will go fast smoothly. time will say. Yeah. When will Kerala have this government? Yeah, they will, sure. They will. Because 3 MLAs the first time in Kerala. So even in 2016, BJP had 3 MLAs, Also, right? BJP President Rajiv Chandrasekhar ji 2016, also BJP had 3 MLAs, and won. now they are with the power in Bengal. So we hope so the same is going to happen in They Kerala. will happen. This wave will come because every time the wave of rain, the wind, it starts from Bengal, West Bengal, and it comes to Kerala, and rain will cover. Now, if you ask me the bottom line for this election, I will say one thing. Tripura, we have reduced the communists. Yes, Bengal is now exactly. communist free. Exactly. Okay? Kerala And also. next is Kerala. Yes. So which is the Somebody communist already Mukt down. Bharat. Which is the communist Mukt Bharat, the anti-national Mukt Bharat.
ഞങ്ങൾ 2 ഗ്ലാസ് കരിമ്പിൻ ജ്യൂസ് ചോദിച്ചിട്ടുണ്ട്, വാങ്ങിച്ച് കുടിച്ചിട്ട് പോകാം എന്ന് കരുതുന്നു. നിങ്ങളെ കാണിക്കാം. അതായത് സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ബാക്കി ഭാഗങ്ങൾ അത് നമ്മൾ TV-യിൽ നിന്ന് പകർത്തിയതാണ്. ഒരുപക്ഷെ ഇതിന് ശേഷം കാണാം. അതുകൂടി കണ്ട് വീഡിയോ അവസാനിപ്പിക്കാം. जय भारत माता। जय भारत माता। May I now request the Chief Secretary to take over the proceedings. Namaskar. I request the permission of the Honorable Governor to commence the proceedings. With your permission, sir, I may now read the order of appointment of the Honorable Chief Minister. The order reads, the Governor of West Bengal order, in exercise of the power conferred on me by Article 164(1) of the Constitution of India, I, R.N. Ravi, Governor of West Bengal, hereby appoint Shri Shubhendu Adhikari as Chief Minister of the State of West Bengal. Signed by Shri R.N. Ravi, Governor of West Bengal, on 8 May 2026. May I now request Shri Shubhendu Adhikari, Honorable Chief Minister Designate, to take oath before the Honorable Governor. আমি শুভেন্দু অধিকারী ঈশ্বরের নামে শপথ করিতেছি যে বিধি দ্বারা স্থাপিত ভারতের সংবিধানের প্রতি আমি অকৃত্রিম নিষ্ঠা ও আনুগত্য পোষণ করিব। আমি ভারতের সার্বভৌমত্ব ও অখণ্ডতা রক্ষা করিব। পশ্চিমবঙ্গ রাজ্যের মুখ্যমন্ত্রী রূপে আমার কর্তব্য সমূহ নিষ্ঠাপূর্বক এবং বিবেকসম্মতভাবে নির্বাহ করিব এবং ভয় বা পক্ষপাত, রীতি বা বিদ্বেষ রহিত হইয়া সকল শ্রেণীর জনগণের প্রতি সংবিধান ও বিধি অনুসারে ন্যায় আচরণ করিব। আমি শুভেন্দু অধিকারী ঈশ্বরের নামে শপথ করিতেছি যে পশ্চিমবঙ্গ রাজ্যের মুখ্যমন্ত্রী রূপে যে কোনো বিষয় যাহা আমার বিবেচনার জন্য আনীত হইবে বা আমি জ্ঞাত হইব, তাহা মুখ্যমন্ত্রী রূপে আমার কর্তব্য সমূহের যথাযথ নির্বাহের জন্য যেরূপ আবশ্যক হইতে পারে তদ্দিকে আমি প্রত্যক্ষ বা পরোক্ষভাবে কোনো ব্যক্তি বা ব্যক্তিগণের নিকট জ্ঞাপন করিব না বা প্রকাশ করিব না।
Thank you.